പോളിമർ ക്ലേയിലെ പുതുമകൾ കണ്ടല്ലോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വീട്ടിലിരുന്ന് നമുക്ക് തന്നെ നിർമ്മിക്കാൻ സാധിക്കുന്ന ടെമ്പിൾ ട്രീ ഫ്ലവേഴ്സ് ആണ്. ഇത് നമുക്കായി പരിചയപ്പെടുത്തുന്നത് റീന മാർട്ടിൻ. നമ്മളിപ്പോൾ ഒത്തിരി ഫ്ലവേഴ്സൊക്കെ വീട്ടിലുണ്ടാക്കി വെക്കാറുണ്ട്. കാരണം ഇപ്പോൾ ഫ്രഷ് ഫ്ലവർ മേടിച്ച് വെക്കുന്നതിനേക്കാളും എപ്പോഴും ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അത് ഒത്തിരി നാളിരിക്കും. അപ്പോൾ നമുക്ക് പല ടൈപ്പ് ഫ്ലവേഴ്സ് ഉണ്ട്, ഒത്തിരി അതിന് യൂസ് ചെയ്യാൻ പല ടൈപ്പ് മെറ്റീരിയൽസ് വെച്ച് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഫ്ലവറിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫിനിക്സ് പേപ്പറാണ് വേണ്ടത്. ഫിനിക്സ് പേപ്പർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫിനിക്സ് പേപ്പർ ഒരു ഡബിൾ ഷീറ്റ് കൂടിയ പോലത്തെയാണ്. അതിനെ ഡ്യൂപ്ലെക്സ് പേപ്പർ എന്നും പറയും. നമുക്ക് ഒത്തിരി കളേഴ്സ് കിട്ടുന്നുണ്ട്. 2 കളറായിട്ട് കിട്ടും, അല്ലെങ്കിൽ സിംഗിൾ ഷെയ്ഡായിട്ട് കിട്ടും. നമുക്ക് ഏത് പൂവിന് അനുയോജ്യമായിട്ടുള്ളത് അത് വാങ്ങിക്കാം. പിന്നെ വരുന്നത് ഇതിന് വേണ്ടത് ഫ്ലോ മേക്കിംഗ് വയറാണ് വേണ്ടത്. ഫ്ലോ മേക്കിംഗ് വയർ തന്നെ പല സൈസ് ഉണ്ട്. അപ്പം നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് മീഡിയം സൈസ് വയറാണ് യൂസ് ചെയ്യണത്. പിന്നെ ഫ്ലോ ടേപ്പ്, പിന്നെ ഈ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ഫ്ലവറിന് വേണ്ടിയിട്ട് ഫാബ്രിക് പെയിൻറ്റ് വേണ്ടി വരും. പിന്നെ സാധാരണ യൂസ് ചെയ്യുന്ന പശ വേണം, കത്രിക, അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ നമുക്ക് ഇതിനിപ്പോൾ നൂല് ആവശ്യമില്ല. സാധാരണ ഫ്ലവേഴ്സ് നമ്മൾ നൂലിട്ടും ചെയ്യാറുണ്ട്. ഇതിന് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കിതിന് കട്ടിങ്സ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇപ്പോൾ തന്നെ വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. വലിയ ബുദ്ധിമുട്ടുള്ള ഷേപ്പ് എന്നുള്ളൊരു പെറ്റൽ സാധാരണ ഒരു ഷേപ്പ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ഇത് പേപ്പറിലേക്ക് വെച്ച് നമുക്ക് പെൻസിൽ കൊണ്ട് തന്നെ വരച്ചെടുക്കണം. അപ്പോൾ ഇത് ലെങ്ത് വൈസ് വെക്കണം, ഒരിക്കലും വിഡ്ത്ത് വൈസ് വെക്കരുത്. പേപ്പറിന് അതിന് ഗ്രൂസ് നമുക്ക് കാണാൻ പറ്റുമോ, അത് ലെങ്ത് വൈസ് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കത് അങ്ങനെ തന്നെ വെച്ചിട്ട് വരയ്ക്കണം. പിന്നെ വരച്ചിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും അതിന് ഫിനിഷിങ് ഉണ്ടാവുക. നമുക്കിപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് വേണമെങ്കിൽ കത്രി വെച്ച് കട്ട് ചെയ്യാം. പക്ഷെ ഓരോന്നും വരച്ച് ഓരോ പെറ്റലും വരച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഫിനിഷിങ് ഉണ്ടാവും. അപ്പോൾ നമുക്കത് വരയ്ക്കാം. അഞ്ച് പെറ്റലാണ് നമുക്ക് ഈ ഫ്ലവറിന് വേണ്ടത്. അപ്പോൾ പെറ്റൽസ് എല്ലാം നമ്മൾ വരച്ചിട്ടിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിന് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പെറ്റൽ നമുക്കൊന്ന് സ്റ്റിഫാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ബാക്കിൽ ഒരു കമ്പി വയ്ക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ചെറിയൊരു സ്ട്രിപ്പ് ഇതിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കുക. ഫിനിക്സ് പേപ്പറിൽ നിന്ന് തന്നെ ഒരു സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ മീഡിയം സൈസ് വയറാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഒരു പെറ്റൽ മാത്രം കുറച്ച് ലെങ്ത് അങ്ങ് കൂട്ടിയെടുത്താൽ നമുക്കത് മെയിൻ സ്റ്റെമ്മായിട്ട് എടുക്കാനുള്ളത്. ബാക്കി എല്ലാത്തിനും നമുക്ക് ഒരു ശകലം ലെങ്ത്ത് കുറവ് മതി. ഇപ്പോൾ ഒരു ഇതിന് ഒരെണ്ണത്തിന് മാത്രം നമുക്ക് കുറച്ച് ലെങ്ത്ത് കൂട്ടിയെടുക്കാം. ഇതിന് നടുക്കായിട്ട് ഞാൻ കുറച്ച് ഗ്ലൂ ഇട്ടിട്ടുണ്ട്. ഒരു ലൈൻ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്തു, ഗ്ലൂ നടുഭാഗത്ത് മാത്രം. എന്നിട്ട് നമ്മൾ ഈ കമ്പി എടുത്ത് അതിന് നടുക്ക് നമ്മൾ കറക്റ്റ് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ആ സ്ട്രിപ്പ് കട്ട് ചെയ്തത് അതിൻ്റെ മുകളിലേക്ക് സൂക്ഷിച്ച് വയ്ക്കുക. നമ്മൾ കമ്പി കെട്ടി ഇത് റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട് പെറ്റൽ. ഇനി ഇതിൽ നമ്മൾ ചെയ്യാൻ പോണത്, നമ്മളിതിൽ പെയിൻറ്റ് കൊടുക്കും. യെല്ലോ കളർ പെയിൻറ്റാണ് നമ്മളിതിൽ ചെയ്യാൻ പോകുന്നത്. ഫാബ്രിക് പെയിൻറ്റ് തന്നെ യൂസ് ചെയ്യണം. ടെമ്പിൾ ട്രീ ഫ്ലവർ ചെയ്യുമ്പോൾ അതിന് യെല്ലോ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മളത് പെയിൻറ്റ് വളരെ കുറച്ചെടുത്താൽ മതി. പിന്നെ വെള്ളമൊന്നും വേണ്ട, ഒട്ടും വെള്ളം ആഡ് ചെയ്യാണ്ട് തന്നെ ഇതിൽ പെയിൻറ്റ് ചെയ്യണം. നമ്മളിത് പെയിൻറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ഒരു ഹാഫ് ആവുന്നവരെ പെയിൻറ്റ് മതി. പക്ഷേ കുറച്ച് ഡാർക്കായിട്ട് ഇവിടെ നിന്ന് തുടങ്ങി വളരെ ലൈറ്റായിട്ട് ഇങ്ങോട്ട് മുകളിലേക്ക് എടുക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും അവിടെ പെയിൻറ്റ് കൂടുതലാന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് പെയിൻറ്റ് ഒന്ന് കുറച്ച് കളഞ്ഞിട്ട് ബ്രഷ് പിന്നെ ഡ്രൈ ആയിട്ട് തന്നെ അതിനൊന്ന് ഇങ്ങോട്ട് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ഷെയ്ഡിങ് കിട്ടും. ഡാർക്കിൽ നിന്ന് ലൈറ്റിലേക്ക് വരുന്ന ഒരു ഷെയ്ഡിങ് കിട്ടും. ഇപ്പോൾ പെറ്റൽസ് നമുക്ക് എല്ലാം പെയിൻറ്റ് ചെയ്ത് നമുക്കത് ഉണങ്ങാൻ വേണ്ടി മാറ്റി വയ്ക്കാം. നമുക്ക് ലീഫും സെയിം മെത്തേഡ് തന്നെയാണ്. ലീഫിന് നമ്മൾക്ക് ഇതുപോലെ തന്നെ കട്ടിങ്സ് എടുക്കുക. ലീഫിന് ഏകദേശം ഈ ഒരു ഷേപ്പിലുള്ള കട്ടിങ് ആയിരിക്കും നല്ലത്, കുറച്ച് വലുതായിട്ട്. ഇപ്പോൾ ലീഫ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പെറ്റൽ ചെയ്ത പോലെ തന്നെ നമ്മൾക്കൊരു വയർ കട്ട് ചെയ്ത് അതിൻ്റെ നടുക്ക് നമ്മൾ ഫിക്സ് ചെയ്യണം. നമ്മൾ അപ്പോൾ ലീഫിൻ്റെ ലെങ്ത്ത് നോക്കിയിട്ട് തന്നെ എടുക്കണം. ലീഫിന് നമുക്ക് ലെങ്ത്ത് കുറച്ച് കൂടുതൽ എടുക്കാം.
ബാക്കിൽ പീസൊക്കെ ഒട്ടിച്ച് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ലീഫ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമുക്ക് കത്രി വെച്ചിട്ട് ജസ്റ്റ് നമുക്ക് അതിനൊന്ന് വരച്ചു കൊടുക്കാം. ഈ ലീഫിനെ അങ്ങ് ഫ്ലവർ ടൈപ്പ് കൊടുത്ത് നമുക്കൊക്കെ മാറ്റി വയ്ക്കാം. ഫ്ലവർ ടൈപ്പാണ് ഇത്. ഗ്രീൻ ടൈപ്പ്, ഗ്രീൻ, വൈറ്റ്, ബ്രൗൺ അങ്ങനെ ഒത്തിരി കളേഴ്സ് കിട്ടുന്നുണ്ട്. നമ്മൾ ഗ്രീൻ തന്നെ ചോദിച്ച് വാങ്ങിക്കണം. നമ്മൾ ഫ്ലവർ ടൈപ്പ് ഒട്ടിച്ച് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഫ്ലവർ സെറ്റ് ചെയ്യാം. ആദ്യം തന്നെ നമ്മളൊരു കുറച്ച് ലെങ്ത് ഉള്ളൊരു കമ്പിയിൽ വെച്ചിരിക്കുന്ന എടുക്കുക. ഈ മോൾ ഭാഗത്ത് എപ്പോഴും ഒരേ അളവിൽ വരണം. നമ്മളിതിനെ ചേർത്ത് വെച്ചിട്ട് ആ വലിയ കമ്പിയിലോട്ട് ആ ചെറിയ കമ്പീനെ ഇതിങ്ങനെ അങ്ങ് ചുറ്റി കൊടുക്കണം. അപ്പോൾ ഞാൻ 5 പെറ്റലും ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഷേപ്പാക്കി എടുക്കണം. കാരണം ഇങ്ങനെ എല്ലാം നിൽക്കുക. നമ്മൾക്ക് പതുക്കെ ഓരോ പെറ്റലും ഇങ്ങനെ ബെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് അതിൻ്റെ ഭംഗി വരുന്നത്. നമ്മൾ ശരിക്കും ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ചെയ്യാൻ നേരത്ത് നാച്ചുറലായിട്ടുള്ള ഫ്ലവേഴ്സ് നോക്കിയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ പെറ്റൽസ് എങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് അങ്ങനെ അങ്ങോട്ട് അറേഞ്ച് ചെയ്തെടുക്കാം. ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് സ്റ്റെമ്മിന് നമ്മൾ ഗ്രീൻ ടേപ്പ് കൊടുക്കണം. പിന്നെ ലീഫായിട്ട് അറ്റാച്ച് ചെയ്യണം. ടേപ്പ് എടുത്ത് നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നമ്മളിതിങ്ങനെ ഫ്ലവർ ഇങ്ങനെ ചുറ്റി ചുറ്റി വരുമ്പോൾ തന്നെ നമ്മൾ ലീഫ് അതിലേക്ക് അറ്റാച്ച് ചെയ്യണമാണ് കുറച്ച് അതിന് ഫിനിഷിങ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ടേപ്പ് വെച്ചിട്ട് തന്നെ ലീഫ് എപ്പോഴും നമ്മൾ കൊടുക്കണം. എത്ര പൂ വേണമെങ്കിലും നമുക്കെടുത്ത് നമുക്ക് ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ ഞാൻ 3 ഫ്ലവർ ഇട്ടിട്ടുണ്ട്, 3 ലീഫേ വെച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഈ ഫ്ലവറിനെ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ അങ്ങ് അറ്റാച്ച് ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ടേപ്പ് ചുറ്റി ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഇതിനെയും വയ്ക്കാം. നമുക്ക് എത്ര ഫ്ലവേഴ്സ് വേണമെങ്കിലും വയ്ക്കാം.